അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒച്ചപ്പാടും ബഹളും ഒക്കെ ഉണ്ടാക്കി നമുക്കെതിരെ പോസ്റ്റ് ഇടുമ്പോഴും മർക്കസിന്റെ സമ്മേളനത്തിൽ ബിജെപിയുടെ നേതാവ് പങ്കെടുക്കുന്നു എന്ന് സിറാജിൽ എഴുതി. അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള, അദ്ദേഹം ബിജെപിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ്. നമ്മൾ കാണാൻ പോയ പ്രസിഡന്റിന്റെ അതേ തസ്തികയിൽ ഇരുന്ന ആളാണ് ശ്രീധരൻ പിള്ള. അദ്ദേഹം മർക്കസിൽ വന്നു. ഞാൻ വിചാരിച്ചെന്നാ പേടിച്ചിട്ട് പോലും മാറ്റുമോ? മാറ്റാൻ പറ്റൂല, നേരത്തെ ഏർപ്പാട് ചെയ്തതല്ലേ, ലൈവേ മാറ്റാൻ പറ്റൂ നമുക്ക് കിട്ടാതെക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് എന്ത് ചെയ്യാനാകും? അങ്ങനെ നിങ്ങൾ ഈ എല്ലാ ശബ്ദ കോലാഹലങ്ങളും ഉണ്ടായതിനു ശേഷം ഇന്നലെ അദ്ദേഹം മർക്കസിൽ വന്നു. അദ്ദേഹം ഒരാൾ ചോദിച്ചതിനോടാ, പ്രധാനമന്ത്രിനല്ലേ കാണാൻ പോയത്? നിങ്ങൾ കാണാൻ പോയത് മന്ത്രിനെയാണോ? ഞങ്ങൾ കാണാൻ പോയത് പ്രധാനമന്ത്രിന്റെ പ്രതിനിധിയും മുൻ മന്ത്രിയുമായ ആളെയാണ്. ഇന്നലെ മർക്കസിൽ വന്ന ആളോ മുൻ പ്രസിഡന്റാണ്, ഗവർണറൊക്കെ ആയിട്ടുണ്ട്. കൊണ്ടുവരുന്നതിന് ഞങ്ങളെതിരാന്നല്ല ഈ പറയണ്. ഞങ്ങളോട് ചോദ്യം ചോദിച്ചുകൊണ്ട് തിരിച്ചു ചോദിക്കുകയാണ്. എന്താ ശ്രീധരൻ പിള്ളനെ കൊണ്ടുവന്നപ്പോ നിങ്ങൾക്ക് ഹാലടകാതെ പോയത്? എവിടെയായിരുന്നു വടശ്ശേരിക്കാരൻ? ഇത് അങ്ങോട്ടെത്തിയല്ല, അവിടുന്ന് ഇങ്ങോട്ടെത്തിയതാ. കാരന്തൂരിൽ എത്തേണ്ടവർ എത്തി നെയ്തണ്ടേ. എന്തേന്ന് കുമ്പോളിക്ക് പണി? വേറൊരുത്തണ്ടായിരുന്നല്ലോ. ഞങ്ങളുടെ നേതാക്കളുടെ ദീർഘവീക്ഷണമാണ്. ഈ രണ്ടാളുകളാണ് നന്ദി പറയപ്പെടേണ്ടവർ. രണ്ടാളുകളെ ഫോട്ടോ കാണിച്ച് പറഞ്ഞല്ലോ. നമ്മൾ പറഞ്ഞു അപ്പൊ പല ആണില്ലേ ഇതിന്റെ ആളുകൾ? ഞങ്ങൾ പണ്ടേ പറഞ്ഞല്ലോ ഈ രണ്ടെണ്ണാണ്. എന്താ നിങ്ങൾക്ക് ഈ പോസ്റ്റ് ഒന്നും ഓർമ്മല്ലേ? എന്നിട്ട് എന്താ അദ്ദേഹങ്ങളോട് പറഞ്ഞ്? ശ്രീധരൻ പിള്ള സാറ് മർക്കസിൽ വന്നിട്ട് ഇവരോട് പറഞ്ഞെന്താ അറിയോ? കുറച്ചൊക്കെ ബോധത്തിൽ പ്രവർത്തിക്കണം എന്നാണ്. മൂപ്പര് നല്ലൊരു സംഭവമാണ് പറഞ്ഞു കൊടുത്ത്. അതായത് മാനുഷികമായ പരിഗണനകൾ, പരസ്പരം ബഹുമാനിക്കാനും ആദരിക്കാനൊക്കെ നമ്മൾ പഠിക്കണം. എന്നിട്ട് മൂപ്പര് പറഞ്ഞു കൊടുത്ത്, പണ്ട് വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ സമയം, അദ്ദേഹം ബിജെപിയുടെ നേതാവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു വാജ്പേയി. അദ്ദേഹം കേരളത്തിൽ വന്നു ഒരിക്കൽ. അദ്ദേഹം പറഞ്ഞ അനുഭവമാണ്. കോട്ടയത്തായിരുന്നു അന്ന് ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടി പ്രധാനമന്ത്രിയായ വാജ്പേയി എത്തിയത്. അങ്ങനെ അവിടെ വിശ്രമിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ മുസ്ലിം നേതാക്കളെ ഒന്നിരുത്തി ചർച്ച ചെയ്യാം. അപ്പൊ ശ്രീധരൻ പിള്ള പറയുന്നു, ഞാനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ പലരെയും വിളിച്ചു നോക്കി, പല നേതാക്കളെയും, പലരും വന്നില്ല. ഞാൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ വിളിച്ചു. അന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആയത്തോതിയിട്ട് എന്നോട് പറഞ്ഞു, ഭരണാധികാരികളും അവരുമായി ബന്ധപ്പെട്ടവരും വിളിച്ചാൽ പോകണം, അവരോട് സഹകരിക്കണം, അവരുമായി ബന്ധം സ്ഥാപിക്കണം എന്നതാണ് ദീനിന്റെ നിലപാട്. അതുകൊണ്ട് ഞാൻ വരാം. അങ്ങനെ ആ ചർച്ചയിൽ പങ്കെടുത്ത ഏക പണ്ഡിതനാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് ഇന്നലെ ശ്രീധരൻ പിള്ള അവിടെ വെച്ച് അനുസ്മരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള മറുപടി മൂപ്പര് പറഞ്ഞതാവും. ഇന്നിപ്പോ ആയത്തെ നമ്മളല്ലേ ഓതിന് അല്ലേ? ഇന്നിപ്പോ ആയത്തെ നമ്മളോതി പോകുമ്പോ പറയാ എങ്ങനെ പോണു, എത്തേണ്ട അടുത്ത് എത്തിന്നല്ലേ പറയുന്നത്. അതാണ് അവസ്ഥ. അത് ലൈവ് മടക്കിയിട്ടൊന്നും മക്കളെ അത് കിട്ടാതെക്കൂല. ശ്രീധരൻ പിള്ള തന്നെ ആ വിഷയം ഇന്നലെ പറഞ്ഞത് വളരെ, അദ്ദേഹത്തിന് പ്രത്യേകം നമ്മൾ നന്ദി അറിയിക്കുകയാണ്. അവർ ചെയ്യുന്ന അത്തരം പ്രവർത്തനങ്ങളൊക്കെ മാതൃകാപരമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹകരണമല്ലേ ഇവിടെ ഏറ്റവും വലുത്. ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന അംഗീകരിച്ച് നീങ്ങുന്ന എല്ലാവരും, അത് രാഷ്ട്രീയ പാർട്ടി ആയാലും അല്ലെങ്കിലും, അവരോടൊക്കെ ആ നിലക്ക് നിൽക്കാനല്ലേ നമ്മളോടുള്ള കൽപ്പന. അദ്ദേഹം പറയുന്നത് ഇന്നലത്തെ മർക്കസിലെ പ്രസംഗം. ഇനി ഇതിനെതിരെ നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഹാലിളകി കേൾപ്പിച്ചു കൊടുക്കും. അദ്ദേഹം കോട്ടയത്ത് 4 ദിവസം വാജ്പേയി അന്ന് അവിടെയാണ് ന്യൂ ഇയറിനോട് ബന്ധപ്പെട്ട് റെസ്റ്റ് എടുത്ത സന്ദർഭം. ഞാനാണ് വിളിച്ചത്. പലരെയും വിളിച്ചു, ഇല്ല പോകില്ല. ഉസ്താദ് എന്നോട് ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു, ഒരു ആയത്ത് അദ്ദേഹം അത് പറഞ്ഞിട്ട് പറഞ്ഞു, ഭരണാധിപനോട് നമ്മൾ ബന്ധപ്പെടാതിരിക്കരുത്, മാറി നിൽക്കണമെന്നുള്ളത് ശരിയല്ല എന്നുള്ള വാദഗതി എന്നെ അദ്ദേഹം അന്ന് ഓർമ്മിപ്പിച്ചതും അത് അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്ത ഏക മുസ്ലിം നേതാവാണ് എന്ന്
ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ വിദ്വേഷത്തിന്റെ കനൽ വീതികൾ അത് വാരി വിതറുന്നത് തലമുറകളിലേക്ക് എങ്ങനെ എത്തുമെന്നൊക്കെ എല്ലാവരും ചിന്തിക്കേണ്ടതാണ് എന്നുള്ളത് മാത്രമാണ്. അതിന് നിങ്ങൾക്ക് മുൻവിധിയാൽ നയിക്കപ്പെടുന്ന ഒരു വേദിയിലാണ്, ഇവിടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. വിശദമായി അതിന്റെ വ്യാഖ്യാനങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. അന്ന് ആ ക്ഷണം സ്വീകരിച്ച ഏക പണ്ഡിതനായിരുന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്നാ പറഞ്ഞേ. ആ ക്ഷണം സ്വീകരിച്ച അതേ സംഭവമാണ് നിങ്ങൾക്ക് മറുപടിയായി ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പൊ മർക്കസിലെത്തിലെ ശ്രീധരൻ പിള്ള BJP-യുടെ സ്റ്റേറ്റ് പ്രസിഡന്റായ ആളല്ലേ? അതെങ്ങനെ ഞങ്ങൾക്ക് പറ്റിയെന്ന് ഞങ്ങൾ ചോദിക്കൂല. കാരണം ഞങ്ങൾ ബുദ്ധിയുള്ളവർ ആണ്, മുഹ്മാഫികളല്ല.